ഷിക്കാഗോ സിറോ മലബാർ രൂപതയുടെ പ്രോട്ടസ്റ്റന്റ് ചെലോസായ ഫാദർ തോമസ് മുളവനാൽ അച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ഈ ഒരു രജത ജൂബിലി കൺവെൻഷൻ മുന്നോട്ട് പോകുമ്പോൾ അച്ഛന്റെ അനുഭവങ്ങൾ എന്തെന്ന് നമുക്ക് അച്ഛനോട് നേരിട്ട് ചോദിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഈ ഒരു സിറോ മലബാർ ഷിക്കാഗോ രൂപതയുടെ 25ാമത് വാർഷികമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് US കുടിയേറിയ അനേകം ക്രൈസ്തവര്, കേരളത്തിൽ നിന്ന് കുടിയേറിയ ക്രൈസ്തവർ ഒന്നിച്ചു ചേർന്നാണ് ഇന്ന് സിറോ മലബാർ സഭയുടെ ഈ ഒരു രൂപത ഇവിടെ രൂപീകൃതമാക്കാൻ കാരണമായത് അവരാണ്. അപ്പോൾ ഇതിന്റെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ അച്ഛൻ ഇതിൽ വലിയൊരു പങ്കാകാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛൻ എന്താണ് ഈ സിറോ മലബാർ സഭാംഗങ്ങളുടെ ഒരു വളരെ വലിയ ഒരു നേട്ടവും അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന് സിറോ മലബാർ അംഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ അനുഗ്രഹങ്ങൾ എന്താണെന്നാണ് അച്ഛന് തോന്നുന്നത്? ആദ്യമായി ഞാൻ ഷക്കീന ടെലിവിഷൻ ഗ്രൂപ്പിന് പ്രത്യേകമായിട്ട് ഞാൻ അവരുടെ സേവനങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു സമൂഹത്തിന്റെ വിശ്വാസ വളർച്ചയെ നൽകുന്ന ഗണ്യമായ പങ്കിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സിറോ മലബാർ സഭാ സമൂഹം ഒരു ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിയാണ്. കേരളത്തിൽ ജനിച്ചു വളർന്ന് വലിയ വിശ്വാസ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരായ ആളുകൾ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് തൊഴിലവസരങ്ങൾ തേടി വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെയായി എത്തിയപ്പോൾ അവർക്ക് പൂർണ്ണമായ അവരെ സ്വാഗതം ചെയ്ത ഒരു രാജ്യമാണിത്. പിന്നീട് ദൈവപരിപാലനയിൽ ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് മാറിയതുപോലെ ദൈവത്തിന്റെ ഒരു വലിയ പരിപാലനയിൽ വലിയൊരു സമൂഹത്തിന് ഈ ദേശത്ത് എത്തിച്ചേരാൻ സാധിച്ചു. അവരുടെ അജപാലന പ്രവർത്തനങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ പ്രയാസകരമായിരുന്നു. കാരണം അവരെ വന്നെത്തിയ സ്ഥലങ്ങളിൽ സ്വന്തമായ ആരാധനക്രമ പാലിക്കുവാനുള്ള സൗകര്യങ്ങൾ അന്ന് പരിമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വൈദികരുടെ സാന്നിധ്യം വല്ലപ്പോഴും കിട്ടുമ്പോൾ അവരുടെ അജപാലന കാര്യങ്ങൾക്ക് മലയാളത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും പങ്കെടുക്കുവാനും ഒക്കെ ഉള്ള സൗകര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു കുടിയേറ്റത്തിന്റെ നമ്പർ വർദ്ധിച്ച സാഹചര്യത്തിൽ നമ്മുടെ അമേരിക്കയിലെ എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റികളിലും വസിക്കുന്ന ആളുകൾ അവർ ഒന്നിച്ചു കൂടുകയും അവരുടേതായ അജപാലന സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുവാനുള്ള ആഗ്രഹം അവര് വളർത്തിയെടുക്കുകയും അത് കേരളത്തിലെ സഭയുമായി ബന്ധപ്പെട്ട് മെത്രാൻ സമിതികളുമായി ബന്ധപ്പെട്ട് വൈദികരെ ഈ ദേശത്തേക്ക് കൊണ്ടുവരുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. അവരുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെയും കേരളത്തിലെ പോലെ ഒരു രൂപതാ സംവിധാനം ഉണ്ടായി വരണം എന്നുള്ളത്. അതിനുള്ള ആഗ്രഹവും പ്രാർത്ഥനയും സഫലീകരിക്കപ്പെട്ടത് 2001 അന്ന് അഭിവന്യ ജേക്കബ് അങ്ങാടിയത്ത് പിതാവിനെ രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമിക്കുകയും രൂപത സ്ഥാപിക്കുകയും ചെയ്തു. അത് പിന്നീട് പടിപടിയായി ഈ രൂപത അജപാലനപരമായി വളർന്നു വരുവാനായിട്ട് ഇടയായി. സ്ഥാപന സൗകര്യങ്ങളെക്കാൾ ഒക്കെ ഉപരിയായി ആളുകളുടെ അജപാലന കാര്യങ്ങൾക്കും ആത്മീയ ശുശ്രൂഷകൾക്കും പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ വിശ്വാസ പരിശീലനത്തിനും ഊന്നൽ കൊടുത്ത് കഴിഞ്ഞ 25 വർഷം കൊണ്ട് ഈ സമൂഹത്തെ വളർത്തിയെടുക്കുവാനായിട്ട് അഭിവന്യ ജേക്കബ് അങ്ങാടിയത്ത് പിതാവിന് സാധിച്ചു. കേരളത്തിന്റെ വിവിധ രൂപതകളിൽ നിന്നും കോൺഗ്രിഗേഷനുകളിൽ നിന്നൊക്കെ ഇവിടെ എത്തിച്ചേർന്ന വൈദികരും സന്യസ്തരുമൊക്കെ പിതാവിനോട് ഒന്നു ചേർന്ന് അജപാലന കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോൾ ഒരു നല്ല രൂപത അന്തരീക്ഷം വളർത്തിയെടുക്കുവാനായിട്ട് അത് കാരണമായി തീർന്നു. ഇന്ന് വളരെ അഭിമാനത്തോടു കൂടിയാണ് അഭിവന്യ ജേക്കബ് അങ്ങാടിയത്ത് പിതാവ് തന്റെ മെത്രാഭിഷേക ജൂബിലി ആചരിക്കുക. അതോടൊപ്പം രൂപതയുടെ 25ാം വാർഷികം ജൂബിലി ആയിട്ട് ആചരിക്കുന്ന ഈ കൺവെൻഷൻ നടത്തപ്പെടുക. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അവർണ്ണനീയമായ ദാനത്തിന് എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് എന്നറിഞ്ഞുകൂടാ. ഈ രൂപതയുടെ ആരംഭം 2001 2005 മുതൽ ഏതാണ്ട് 21 വർഷക്കാലം ഈ രൂപതയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായി രൂപതയിലെ വികാരി ജനറലായും സേവനമനുഷ്ഠിക്കുന്നത് കൊണ്ട് ഇതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അതിന് കൂടെ നിൽക്കുവാനും അതിന്റെ നേതൃത്വത്തോടെ ചേർന്ന് നിന്ന് അജപാലന കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും സാധിച്ചിട്ടുള്ളത് സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ്. ഇനി ഈ സമൂഹം വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷനും ഒക്കെ ഇപ്പൊ രൂപപ്പെട്ടു വരികയാണ്. പുതിയ ജനറേഷൻ സഭയോടും വിശ്വാസത്തോടും കാണിക്കുന്ന അവരുടെ പ്രതിബദ്ധതയും അവരുടെ താല്പര്യവും ലോകാന്ത്യം വരെ ഈ സമൂഹത്തെ
ഈ ദേശത്ത് നിലനിർത്തുവാനായിട്ട് സഹായിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതിന് ആ പ്രതീക്ഷ ദൈവം ഫലദായകമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 12 വർഷക്കാലമായി അച്ഛൻ ഷിക്കാഗോ രൂപതയുടെ പ്രോട്ടോസെന്റ് ആണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജ്ഞാനായ വിശ്വാസി സമൂഹത്തിന്റെ പ്രത്യേകമായ ചുമതലയും അച്ഛനിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. ഈ ഒരു ജ്ഞാനായ കത്തോലിക്കർ സിറോ മലബാർ സഭയ്ക്കും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റിലെ വിശ്വാസികൾക്കും കൊടുക്കുന്ന സംഭാവനകൾ, അവരിലൂടെ കൈവരുന്ന നന്മകൾ എന്തൊക്കെയാണ് എന്ന് അച്ഛനൊന്ന് പറയാമോ? വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതിൽ. സിറോ മലബാർ സഭയുടെ അവിഭാജ്യ ഘടകമായിട്ടാണ് ജ്ഞാനായ സമൂഹം ഇന്ന് നിലനിൽക്കുന്നത്. കാരണം AD 345 മെസപ്പൊട്ടോമിയയിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ യഹൂദ ക്രൈസ്തവ സമൂഹത്തിന്റെ തലമുറക്കാരാണ് കോട്ടയം അതിരൂപതാംഗങ്ങളായിട്ടുള്ള ജ്ഞാനായ സമൂഹം. ആ സമൂഹത്തിന്റെ നിന്ന് ധാരാളം ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറുകയുണ്ടായി. ഇന്ന് കേരളത്തിൽ അമേരിക്കയിലെ എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റികളിലും അവരുടെ സജീവ സാന്നിധ്യമുണ്ട്. കുടിയേറിയ സമൂഹങ്ങളിലൊക്കെ അവരെ പൈതൃകമായി കിട്ടിയ വിശ്വാസ പാരമ്പര്യങ്ങള് കാത്തു സൂക്ഷിക്കുവാനായിട്ട് അവര് ശ്രദ്ധാലുക്കളായിരുന്നു. തങ്ങളുടേതായ വൈദികരെ ഇവിടെ കൊണ്ടുവരാനും സിറോ മലബാർ കുർബാന അർപ്പിക്കപ്പെടുവാനും സിറോ മലബാർ പാരമ്പര്യങ്ങളെ ഇവിടെ വളർത്തിയെടുക്കുവാനും ഈ ഒരു സമൂഹം വളരെയധികം ആത്മാർത്ഥമായി സഹകരിക്കുകയുണ്ടായി. ഷിക്കാഗോ രൂപത ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ വിവിധ മെട്രോപൊളിറ്റൻ ടൗണുകളിലായി ഏതാണ്ട് 9ഓളം ജ്ഞാനായ മിഷനുകൾ അന്ന് ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും തങ്ങളുടേതായ തങ്ങളുടെ വിശ്വാസ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും കാത്തു സൂക്ഷിക്കുവാനായിട്ട് അവര് ഇന്നും ശ്രദ്ധാലുക്കളായിരുന്നു. ഷിക്കാഗോ രൂപത സ്ഥാപിതമായപ്പോൾ രൂപതയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ രൂപതയിലെ രാജപാലന പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും അതിന്റെ വളർച്ചയിൽ എപ്പോഴും കൂടെ നിൽക്കുകയും ചെയ്യുവാൻ ഈ സമൂഹം എന്നും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഇന്ന് 15 സ്വന്തമായ ഇടവകളും 7 മിഷനുകളും അമേരിക്കയിലെ ജ്ഞാനായക്കാരുടെ സ്വന്തമായിട്ടുണ്ട്. അത് സിറോ മലബാർ രൂപതയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 20ഓളം വൈദികരും 10-15 സിസ്റ്റേഴ്സും ഇന്ന് ഈ ഒരു സമൂഹത്തിൻ്റെതായി രൂപതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിന് ദൈവം നൽകിയിരിക്കുന്ന സുവിശേഷ പ്രഘോഷണ ദൗത്യം അത് തങ്ങളുടെ പാരമ്പര്യങ്ങളും ശ്രദ്ധബോധങ്ങളും ഒക്കെ പാലിക്കുമ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ സമൂഹത്തിന് സുവിശേഷവൽക്കരണത്തിൽ പ്രക്രിയയിൽ സഹകരിക്കുവാനായിട്ട് എല്ലാവിധ നേതൃത്വവും നൽകിക്കൊണ്ടാണ് ഇരിക്കുക. ഇനിയും ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവരുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ സഭയോട് ചേർന്ന് വളർത്തിക്കൊണ്ടു വരുവാനായിട്ട് സാധിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളോടെ സിറോ മലബാർ സഭ ഇനിയും മുന്നോട്ട് പോകട്ടെ. ഒരുപാട് ദൈവവിളികളും വിശുദ്ധരും ഒക്കെയായി ഈ ഷിക്കാഗോ രൂപത വലിയൊരു സാക്ഷ്യമായി ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മണ്ണിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി അച്ഛാ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ചതിന്. താങ്ക് യു വെരി മച്ച്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.